ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം റഷ്യ അവരുടെ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നു. ഉക്രൈന് നേരെ അതിഭീകരമായ ഒരു ആക്രമണമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. 450-ലധികം ഡ്രോണുകളും 30-ലധികം മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ട് ഒരു കനത്ത വ്യോമാക്രമണമാണ് നടത്തിയത്. ഉക്രൈന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയായിരുന്നു ആക്രമണം. അതായത് ഊർജ സംവിധാനങ്ങൾക്ക് നേരെയായിരുന്നു ആക്രമണം. ഇതോടൊപ്പം തന്നെ ജലവിതരണവും തടസ്സപ്പെട്ടതായി സെലൻസ്കി അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. കിറോമോഖാർഡ്, മൈക്കോലൈവ്, ഒഡേസ, സുമി, ഖാർക്കീവ്, ഖെർസൺ, ചെർണിഹ് എന്നീ തുടങ്ങിയ ഇടങ്ങളിലുള്ള അവരുടെ വൈദ്യുതി നിലയങ്ങളടക്കം ഈ ആക്രമണത്തിൽ തകർന്ന തരിപ്പണമായിരിക്കുന്നു. അതായത് ഉക്രൈൻ അക്ഷരാർത്ഥത്തിൽ ഇരുട്ടിലും വെള്ളം കിട്ടാത്ത അവസ്ഥയിലേക്കും മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കേണ്ടത് സമാധാന കരാറുകൾക്കൊന്നുമില്ല. ഇപ്പോൾ സമാധാനത്തെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ യുദ്ധം തുടരാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇവിടെയാണ് ട്രംപ് പറഞ്ഞത് ഈ റഷ്യ ഉക്രൈൻ യുദ്ധം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് കാരണമാകുമെന്നുള്ളത്. അതിന് പ്രധാന കാരണം നാറ്റോയിലെ ചില രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ജർമ്മനി, UK അടക്കമുള്ള ചില രാജ്യങ്ങൾ റഷ്യയുടെ മുന്നേറ്റത്തിന് തടയിടാൻ ചില നീക്കങ്ങൾ നടത്തുന്നതും ഉക്രൈനെ പിന്തുണയ്ക്കുന്നതുമൊക്കെ ഒരുപക്ഷെ ഭാവിയിൽ അത് യൂറോപ്പും അല്ലെങ്കിൽ നാറ്റോയും റഷ്യയും തമ്മിലുള്ള യുദ്ധമായി മാറുമോ എന്നാണ് ട്രംപ് അന്ന് സൂചിപ്പിച്ചത്. ഏതാണ്ട് പോക്ക് ആ നിലയിലുമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.